77-ാമത് കാൻ ചലച്ചിത്രമേളയിൽ ഗ്രാൻഡ് പ്രീ പുരസ്കാരം നേടിയ ഓൾ വി ഇമാജിനസ് ലൈറ്റ് എന്ന ചിത്രം സംവിധാനം ചെയ്തത് പായൽ കപാഡിയ. 77-ാമത് കാൻ ചലച്ചിത്രമേളയിൽ യുഎൻ സെർട്ടൈൻ റിഗാർഡ് വിഭാഗത്തിൽ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് അനസൂയ സെൻ ഗുപ്ത. ചിത്രം ദി ഷെയിംലെസ്. കേരള ഹിന്ദി പ്രചാര സഭയുടെ സമഗ്ര സംഭാവനയ്ക്കുള്ള സാഹിത്യ കലാനിധി പുരസ്കാരം ലഭിച്ചത് എം.ഡി. വാസുദേവൻ നായർ. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിൻ്റെ 2023 മികച്ച കർഷകനുള്ള സിബി കല്ലിങ്കൽ സ്മാരക കർഷകോത്തമ പുരസ്കാരം ലഭിച്ചത് സി.ഡി. രവീന്ദ്രൻ നായർ. കർഷക തിലകം ബിന്ദു കെ. ബ്ലസ്സി സംവിധാനം ചെയ്ത ആടുജീവിതത്തിന് എത്ര പുരസ്കാരങ്ങളാണ് ലഭിച്ചത്? 9. ആടുജീവിതത്തിലെ അഭിനയത്തിന് പ്രത്യേക ജൂറി പരാമർശം ലഭിച്ച നടൻ കെ.ആർ. ഗോകുൽ. രാജസ്ഥാൻ ആസ്ഥാനമായുള്ള മേഘ് മണ്ഡൽ സൻസ്ഥാൻ നൽകുന്ന 2024 രാജാ രവിവർമ്മ സമ്മാൻ ലഭിച്ച കേരള ലളിതകലാ അക്കാദമി ചെയർമാൻ മുരളി ചീരോത്ത്. സുസ്ഥിര വികസനത്തിനായുള്ള ആഗോള അംഗീകാരമായ യുഎൻ ഷാങ്ഹായ് ഗ്ലോബൽ പുരസ്കാരം 2024 നേടിയ കേരളത്തിലെ കോർപ്പറേഷൻ തിരുവനന്തപുരം. 2024 സ്കൂൾ ശാസ്ത്രമേളയിൽ ഓവറോൾ ചാമ്പ്യന്മാർക്കുള്ള വിദ്യാഭ്യാസ മന്ത്രിയുടെ ട്രോഫി കരസ്ഥമാക്കിയ ജില്ല മലപ്പുറം. വേദി ആലപ്പുഴ. 47-ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആട്ടം. 47-ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡിൽ മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആനന്ദ് ഏകർഷി. ചിത്രം ആട്ടം. 47-ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡിൽ മികച്ച നടന്മാരായി തിരഞ്ഞെടുക്കപ്പെട്ടത് ബിജു മേനോൻ, വിജയരാഘവൻ. 47-ാമത് ഫിലിം ക്രിട്ടിക്സ് അവാർഡിൽ മികച്ച നടിമാരായി തിരഞ്ഞെടുക്കപ്പെട്ടത് സറിൻ ഷിഹാബ്, ശിവദ. 2023 ജെ.സി. ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് ഷാജി എൻ കരുൺ. ഇടശ്ശേരി സ്മാരക സമിതിയുടെ 2024 ഇടശ്ശേരി പുരസ്കാരം ലഭിച്ചത് ആർ. ചന്ദ്രബോസ്. പുന്നയൂർക്കളം സാഹിത്യ സമിതിയുടെ പ്രഥമ മാധവിക്കുട്ടി പുരസ്കാരം ലഭിച്ചത് ആർക്ക്? കെ.ആർ. മീര. കവിയും മുൻ ചീഫ് സെക്രട്ടറിയുമായ കെ. ജയകുമാറിന് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിക്കൊടുത്ത കവിതാ സമാഹാരം പിങ്കള കേശിനി. മികച്ച പരിഭാഷാകൃതിക്കുള്ള ക്രോസ് വേർഡ് ബുക്ക് അവാർഡ് നേടിയ ജയശ്രീ കളത്തിൽ വിവർത്തനം ചെയ്ത സന്ധ്യ മേരിയുടെ നോവൽ മരിയ ജസ്റ്റ് മരിയ, മരിയ വെറും മരിയ. ഫിക്ഷൻ വിഭാഗത്തിൽ ക്രോസ് വേർഡ് പുരസ്കാരം നേടിയത് സഹറു നുസൈബ കണ്ണനാരി. ഇംഗ്ലീഷ് നോവൽ ക്രോണിക്കിൾ ഓഫ് ആൻ അവർ ആൻഡ് എ ഹാഫ്. ബിസിനസ് മാനേജ്മെൻറ്റ് വിഭാഗം രചനയ്ക്കുള്ള ക്രോസ് വേർഡ് പുരസ്കാരം നേടിയത് ഡോക്ടർ രാധാകൃഷ്ണൻ പിള്ള. ചാണക്യാസ് 100 ബെസ്റ്റ് സൂത്രാസ്. 2023 58-ാമത് ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹനായ സംസ്കൃത പണ്ഡിതൻ രാം ഭദ്രാചാര്യ. 2024 ഇറാസ്മസ് പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ എഴുത്തുകാരൻ അമിതാവ് ഘോഷ്. 2024 ഭാരതരത്ന ബഹുമതി ലഭിച്ച മുൻ പ്രധാനമന്ത്രിമാർ ചരൺ സിംഗ്, പി.വി. നരസിംഹറാവു. 2023 58-ാമത് ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹനായ ഉറുദു കവി ഗുൽസാർ. ഗുൽസാറിൻ്റെ യഥാർത്ഥ പേര് സാംപൂരൻ സിംഗ്. 2024 ഭാരതരത്ന ബഹുമതി ലഭിച്ച മുൻ ഉപപ്രധാനമന്ത്രി എൽ.കെ. അദ്വാനി. 2024 ഭാരതരത്ന മരണാനന്തര ബഹുമതിയായി ലഭിച്ച മലയാളി എം.എസ്. സ്വാമിനാഥൻ. 2024 ഭാരതരത്ന ബഹുമതി ലഭിച്ച മുൻ ബീഹാർ മുഖ്യമന്ത്രി കർപ്പൂരി ഠാക്കൂർ. മികച്ച നടനുള്ള ദാദാസാഹേബ് ഫാൽക്കെ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ പുരസ്കാരം നേടിയ നടൻ ഷാരൂഖ് ഖാൻ. ചിത്രം ജവാൻ. മികച്ച നടിക്കുള്ള ദാദാസാഹേബ് ഫാൽക്കെ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ പുരസ്കാരം നേടിയത് നയൻതാര. ചിത്രം ജവാൻ. റാണി മുഖർജി. ചിത്രം മിസ്സിസ് ചാറ്റർജി, നോർവേ. മികച്ച സംവിധായകനുള്ള ദാദാസാഹേബ് ഫാൽക്കെ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ പുരസ്കാരം നേടിയത് സന്ദീപ് റെഡ്ഡി വങ്ക. ചിത്രം അനിമൽ.
സംഗീതത്തിനുള്ള സമഗ്ര സംഭാവനയ്ക്ക് ദാദാസാഹിബ് ഫാൽക്കെ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ പുരസ്കാരം നേടിയ മലയാള ഗായകൻ കെ.ജെ. യേശുദാസ്. 2024 ഹരിവരാസനം പുരസ്കാരം നേടിയ തമിഴ് പിന്നണി ഗായകൻ പി.കെ. വീരമണി ദാസൻ. ലൊകാർണോ ചലച്ചിത്രമേളയിൽ ആജീവനാന്ത സംഭാവനയ്ക്കുള്ള കരിയർ ലിയോപാർഡ് അവാർഡ് ലഭിച്ച ഇന്ത്യൻ സിനിമാ നടൻ ഷാരൂഖ് ഖാൻ. ഷാ പ്രൈസ് ഫൗണ്ടേഷൻ നൽകുന്ന കിഴക്കിൻ്റെ നൊബേൽ എന്നറിയപ്പെടുന്ന ഷാ പ്രൈസ് 2024 ലഭിച്ച ഇന്ത്യൻ വംശജനായ ജ്യോതിശാസ്ത്രജ്ഞൻ ശ്രീനിവാസ് ആർ കുൽക്കർണി. ഹരിത നൊബേൽ എന്നറിയപ്പെടുന്ന ഗോൾഡ്മാൻ പരിസ്ഥിതി പുരസ്കാരം 2024 നേടിയ ഇന്ത്യക്കാരൻ അലോക് ശുക്ല. ശാസ്ത്ര ഗവേഷണ രംഗത്തെ മികവിന് നൽകുന്ന ഇൻഫോസിസ് സയൻസ് ഫൗണ്ടേഷൻ്റെ അഥവാ ISF 2024 പുരസ്കാരം ലഭിച്ച മലയാളി പ്രൊഫസർ മഹ്മൂദ് കൂരിയ. 2023 നോർമൻ ബോർലോഗ് അവാർഡ് ലഭിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞ സ്വാതി നായിക്. 2024 കോമൺവെൽത്ത് ചെറുകഥ പുരസ്കാരം നേടിയത് സഞ്ജന താക്കൂർ, ചെറുകഥ ഐശ്വര്യ റായ്. 2024 ബുക്കർമാൻ ടാഗോർ സ്മൃതി പുരസ്കാരം ലഭിച്ച തമിഴ് സാഹിത്യകാരൻ കുറിഞ്ചി വേലൻ. 76ാമത് എമ്മി പുരസ്കാര ചടങ്ങിൽ മികച്ച ഡ്രാമ സീരീസ് ആയി തിരഞ്ഞെടുത്തത് ഷോഗൺ. ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ എമ്മി പുരസ്കാരങ്ങൾ നേടുന്ന സീരീസായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഷോഗൺ. ഫിജിയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ കമ്പാനിയൻ ഓഫ് ദി ഓർഡർ ഓഫ് ഫിജി പുരസ്കാരത്തിന് അർഹയായ ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമു. ലോകമാന്യ തിലക് മെമ്മോറിയൽ ട്രസ്റ്റിൻ്റെ ലോകമാന്യ തിലക് ദേശീയ പുരസ്കാരം ലഭിച്ചത് സുധാമൂർത്തി. മിസ് യൂണിവേഴ്സ് ഇന്ത്യ 2024 തിരഞ്ഞെടുക്കപ്പെട്ടത് റിയ സിംഹ. 2024 ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത് മിഥുൻ ചക്രവർത്തി. 2024 JCB സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ഉപമന്യു ചാറ്റർജി. കൃതി ലൊറൻസോ സെർച്ചസ് ഫോർ ദി മീനിങ് ഓഫ് ലൈഫ്. JCB സാഹിത്യ പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക 25 ലക്ഷം. ഡോക്ടർ മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ ഗ്ലോബൽ പീസ് അവാർഡ് നൽകി USA ആദരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇസ്രായേൽ ബോംബാക്രമണത്തിന് ശേഷം ഗാസയിലെ ആശുപത്രി മോർച്ചറിയിൽ ഇനാസ് അബു എന്ന പാലസ്തീനിയൻ യുവതി 5 വയസ്സുള്ള കുട്ടിയുടെ മൃതദേഹത്തിൽ കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന ഫോട്ടോയിലൂടെ വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദി ഇയർ 2024 പുരസ്കാരം ലഭിച്ച ഫോട്ടോഗ്രാഫർ മുഹമ്മദ് സേലം. ആടുജീവിതത്തിലെ പശ്ചാത്തല സംഗീതത്തിന് പ്രശസ്തമായ ഹോളിവുഡ് മ്യൂസിക് ഇൻ മീഡിയ HMMA പുരസ്കാരം നേടിയത് AR റഹ്മാൻ. സമഗ്ര സംഭാവനയ്ക്കുള്ള രാംനാഥ് ഗോയങ്ക സാഹിത്യ പുരസ്കാരം ലഭിച്ച പ്രമുഖ എഴുത്തുകാരൻ റസ്കിൻ ബോണ്ട്. ന്യൂയോർക്ക് ഫിലിം ക്രിറ്റിക്സ് സർക്കിളിൻ്റെ മികച്ച അന്താരാഷ്ട്ര ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ഓൾ വി ഇമേജിങ് അസ് ലൈറ്റ് സംവിധായിക പായൽ കബാഡിയ. 2024 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ചത് മിഷേൽ ബഷലൈറ്റ്. 2024 34ാമത് വ്യാസ് സമ്മാൻ പുരസ്കാരം ലഭിച്ച പ്രശസ്ത ഹിന്ദി എഴുത്തുകാരി സൂര്യബാല. കൃതി കൗണ്ട് ദേസ്കോവസി വേണു കി ഡയറി. 2024 അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരം നേടിയ ജർമ്മൻ എഴുത്തുകാരി ജെനി എർപ്പൻബെക്ക്. അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ ജർമ്മൻ സാഹിത്യകാരി ജെനി എർപ്പൻബെക്ക്. ജെനി എർപ്പൻബെക്കിന് അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരം നേടിക്കൊടുത്ത നോവൽ കെയ്റോസ്. കുവൈറ്റിൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് മുബാറക് അൽ കബീർ പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കാൻ ചലച്ചിത്രമേളയിൽ പിയർ ആഞ്ചിനോ പുരസ്കാരം ലഭിച്ച ആദ്യ ഇന്ത്യൻ ഛായാഗ്രാഹകൻ സന്തോഷ് ശിവൻ. ആബേൽ പുരസ്കാരം നേടിയ ഫ്രഞ്ച് ഗണിതശാസ്ത്രജ്ഞൻ മൈക്കൽ തലാഗ്രാൻഡ്. 66ാമത് ഗ്രാമി പുരസ്കാരത്തിൽ മികച്ച ആൽബമായി തിരഞ്ഞെടുക്കപ്പെട്ടത് മിഡ് നൈറ്റ്സ്. 66ാമത് ഗ്രാമി പുരസ്കാരത്തിൽ മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബം ദിസ് മൊമെൻറ്റ്.